പലപ്പോഴും പലരും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ജാക്ക്, ബ്രൂസ് തുടങ്ങിയ മെഷീനിലൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഓയിൽ വന്ന് നിൽക്കും. ഇതിപ്പോൾ കണ്ടോ, അത് ഓയിലുണ്ട്, കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓയിൽ വന്നിങ്ങനെ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഓയിൽ വന്ന് നിൽക്കും. നമ്മളിവിടെ എന്തൊക്കെ തുടച്ചെന്നൊക്കെ പറഞ്ഞാലും അത് മാറത്തില്ല. ഇത് പലപ്പോഴും തുണി തയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൈറ്റ് കളർ തുണികളൊക്കെ തയ്ക്കുമ്പോൾ അതിൽ ഈ എണ്ണ ആകും. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു ടിപ്സ് മാത്രമാണ്, അതായത് ശരിയായ ഒരു പരിഹാരമല്ല, ഒരു ടിപ്സ്, നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് തുടയ്ക്കുകയാണ്. ഇവിടെ ഇത്രയും ഇങ്ങനെ ഓയിൽ വന്നിട്ടുണ്ട്, കണ്ട, ഓയിലാണ്. ഓയിൽ മാത്രമല്ല, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കയറി കഴിഞ്ഞാൽ തുണിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കസ്റ്റമറോട് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു ലീക്കാണ്, അതായത് ഈ ഓയിൽ ലീക്കാകുന്നതാണ്. പക്ഷേ അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സർവീസ് ചെയ്യുന്ന ആളിനെ വിളിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഒരാളിനെ വിളിച്ച് ചെയ്യിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ആൾ വരുന്ന സമയം വരെയെങ്കിലും, അപ്പോൾ ആ ആളിനെ വിളിച്ച് നമ്മൾ ചെയ്യിക്കുന്നിടം വരെയെങ്കിലും നമുക്കൊരു പരിഹാരമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്നാണ് ഈ ഓയിൽ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ കൂടുതലും കാണുന്ന ഈ ഭാഗത്തായിരിക്കും. പക്ഷേ ഓയിൽ വരുന്നത് ഓരോ തുള്ളി വീതം വീണ് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ ഈ മെഷീൻ ചവിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങോട്ട് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ വേറെയാണ് വെക്കുന്നത്. ഇതുപോലെ നമ്മളൊരു തുണി ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഓയിൽ ഇങ്ങോട്ട് വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊരു പരിഹാരം, അത്യാവശ്യമുള്ളൊരു പരിഹാരമെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായ പരിഹാരമെന്ന് പറഞ്ഞാൽ ഇതിനകം ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ.